പുഴയിൽ നിന്നുള്ള വെള്ളം പിന്നീട് എന്ത് ചെയ്യും, മുസ്ദലിഫയിലേക്ക് എത്തിക്കും, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് എത്തിക്കും. അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും വലത് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ മലന്റെ അടുത്ത് കൂടെ, ആ മലയോട് ഇങ്ങനെ ഒരു നിർമ്മാണം കാണുന്നത്, മലന്റെ സൈഡിൽ ഇങ്ങനെ നീണ്ടു തുറന്നെടുക്കും. അതാണ് അതിന്റെ കനാല് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് ചെറിയ അടുപ്പൊക്കെ ഉണ്ട്, അതായത് കുറച്ച് ഉയരത്തിലാണ് ആ സംഭവം ഉള്ളത്. കാരണം അതെന്താണ്, ആ വെള്ളത്തിന്റെ ലെവല് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പൊക്കിയ ചുണ്ണാമ്പ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത്ര ഉണ്ടാക്കിയത്. കാരണം നമുക്കറിയാം 1300 കൊല്ലങ്ങൾക്ക് മുമ്പത്തിൽ ഇന്നത്തെ സിമെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അന്നത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ച് അന്നത്തെ ബഗ്ദാദിൽ, അന്നത്തെ ഇസ്ലാമിക സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ബുദ്ധിജീവികളും ടെക്നീഷ്യന്മാരും അല്ലെങ്കിൽ അന്നത്തെ വലിയ നിർമ്മാണ വിദഗ്ധരും അവരൊക്കെ അവിടെ വന്നിട്ടാണ് ഈ ഒരു സുബൈദ കനാൽ നിർമ്മിക്കുന്നത്. അപ്പൊ അങ്ങനെ അന്ന് അവര് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു കനാലിന്റെ ഭാഗങ്ങളാണ്. ഇപ്പൊ നമുക്ക് വലത് ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മലയോട് ഇങ്ങനെ ചാരിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഒന്നുകൂടെ അടുത്തേക്ക് വരും, അപ്പൊ കാണാൻ ഇൻഷാ അല്ലാഹ്. അതായത് ഒരു കോട്ട ഇതൊക്കെ പോലെയുള്ള ഒരു സംഭവം. അപ്പൊ അതിന്റെ മുകളിലുള്ളതാണ് കനാല്. അടിഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാണ്, അത് ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ഈ ഒരു നിർമ്മാണം കണ്ടങ്ങള് പിന്നീട് ചെറിയ പുതുക്കിപ്പണികൾ പല രാജാക്കന്മാരും അതിലിങ്ങനെ ചെറിയ ഇതൊക്കെ, പക്ഷേ ഈ കാണുന്നതാണ് സുബൈദ കനാലിന്റെ ഭാഗങ്ങൾ. കണ്ടോ, എല്ലാവരും കാണുന്നുണ്ടോ? ഒന്ന് ഇത് ഈ സംഭവമാണ്. അതായത് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയത് ഇത് മൊത്തത്തിൽ കനാലല്ല, അതിന്റെ മുകളിൽ ചെറിയൊരു രീതിയിലാണ് കനാലല്ല. അതിന് ലെവലാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാണ്, കെട്ടി ലെവലാക്കിയിട്ട്. പിന്നെ അതേപോലെ ഈ മലയിലൊക്കെ പെയ്യുന്ന മഴവെള്ളവും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേരാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഭയങ്കര ഒരു ഗംഭീരമായിട്ടുള്ള പ്രൊജക്ട് ആണ്. ഞാൻ പറഞ്ഞത് 6000 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്ര വാല്യൂ ഉണ്ട്, അന്നത്തെ കാലത്ത് അത്രയും ഇത് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഇത്. അതേപോലെ ചുണ്ണാമ്പും മറ്റൊക്കെയാണ് അപൂർവമായിട്ട് ഉപയോഗിച്ച്. പിന്നെ കല്ലുകളും ഈ ഒരു ഇതിങ്ങനെ പോകുന്നുണ്ടോ. പിന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മുടെ വലതു ഭാഗത്തുള്ള ഈ ഒരു കുറച്ചൊരു വണ്ടി തിരിഞ്ഞ കാണാൻ കഴിയും. അവിടെ വലിയൊരു കോട്ടവാതിൽ പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് ആ ഒരു ഈ മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതും ആ കനാലിലേക്ക് മിക്സ് ആകാൻ വേണ്ടിയിട്ട് അവിടെ എന്തോ ഒരു പുതിയ പ്രൊജക്ട് വരുന്നുണ്ട്. കണ്ടില്ല, ഈ വലതു ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി, അവിടെ ഉണ്ട് ആ കനാലിലേക്ക് പോകുന്ന വാങ്ങുന്നുണ്ടോ. വെറുതെ ഉണ്ടാക്കിയതല്ല, നല്ല മനോഹരമായ ഡിസൈൻ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ആ എനിക്കിലൊക്കെ നോക്കി വലതു ഭാഗത്ത് ഭയങ്കര ഒരു പ്രൊജക്ട് ആണിത്. അതായത് 1200 1300 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ച് അത്രയും പൈസ ചെലവാക്കിച്ചിട്ട് ആ ഒരു സുബൈദാറാക്കി അവരുടെ പേരിൽ അറഫയിലും മിനയിലും മുസ്ദലിഫയിലും വരുന്ന ഹാജിമാർക്ക് വെള്ളം എത്തിക്കുക. അപ്പൊ ആലോചിക്കുകയാണ് എത്ര കാലം നിലനിന്നൊരു വഖഫാണ്. അതായത് ഈ ഒരു ഹിജ്റ 250-കളിലാണ് അബ്ബാസിയ ഖിലാഫത്ത് ഹാറൂൺ റഷീദൊക്കെ ഭരിക്കുന്നത്. ആ കാലഘട്ടം തുടങ്ങിയിട്ട് 1950-കൾ വരെ, അതായത് ഹിജ്റ 250 ഏകദേശം 1200ഓളം വർഷം ഹാജിമാര് വെള്ളം കുടിച്ചത് ഈ സുബൈദ ബീവിന്റെ വെള്ളമാണെന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത പ്രതിഫലം എന്നുള്ളതാണ്. പിന്നെ ചില പണ്ഡിതരൊക്കെ, ചില ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. അവര് വഫാത്തായതിനു ശേഷം പിന്നെ എന്ത് ചെയ്തു, അവരെ സ്വപ്നത്തിൽ കണ്ടുവന്നു. അപ്പൊ അവര് പല ഭയങ്കര ഒരു സമാധാനത്തിൽ, ഭയങ്കര ഒരു പ്രത്യേകതയിൽ, അള്ളാഹുവിന്റെ പ്രത്യേകതയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ പലരും ചോദിച്ചത്ര എന്താണ് നിങ്ങൾക്ക് ഇത്രയും ഉന്നതമായ സ്ഥാനം മരിച്ചതിന് ശേഷം കിട്ടാൻ കാരണം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്ര ഞങ്ങൾ നിസ്കരിച്ചോ നോക്കി പറ്റുമൊന്നുമല്ല, ഈ ഒരു പ്രൊജക്റ്റ് ആണ് എന്ന് പറയാറുണ്ടത്.